നമ്മുടെ നായകൻ ജെറി സർ, നമ്മുടെ നായിക റിച്ചി, അതുപോലെ അടുത്തൊരു നായിക ദേവിക മാം, ഷിയാസിക, നമ്മുടെ സന്തോഷ് ഗോപാല മ്യൂസിക് ടീം. ഓക്കെ, സീനിയേഴ്സ് നമ്മുടെ ഡോക്ടർ നിഷാ രാമകൃഷ്ണൻ, പുഷ്പി ആദ്യം ഹലോ, നമസ്കാരം. എൻ്റെ പേര് ചെറിയ പത്തനംതിട്ടയാണ് സ്വദേശം. ഞാൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറിയിലേക്ക് കണക്ട് ആകും. സോ ദാറ്റ് പ്രിൻസ് എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഒരു ഓർഫനേജിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരാളുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു അന്വേഷണ കഥയാണ് ഈ ഒരു സിനിമ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ആ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കി സിനിമ റിലീസ് ആകുമ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പേര് AK ശ്രീകുമാർ, ഡയറക്ടറാണ്. ജെറി ഓൾറെഡി ജെറി പറഞ്ഞു. ശബ്ദത്തിൽ സംസാരിക്കുന്നത് സുരേഷ് ലീഡിങ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരു സൈബർ സെൽ ഓഫീസറായിട്ട് സൈബർ സെൽ ഓഫീസറായിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഹർഷേട്ടാണ് കംപ്ലീറ്റ് ലീഡ് ചെയ്യുന്നത് ഇത്. അപ്പം അങ്ങനെ ഒരു ക്രൈം ത്രില്ലറാണ്. ഈ പ്രിൻസ് മിസ്സാകുമ്പോൾ DGP ഓൾറെഡി SPക്ക് കേസ് പറഞ്ഞു. DSP രാമകൃഷ്ണൻ ജോസഫിനെ കേസ് കൈമാറണം. ജോസഫ് ഓൾറെഡി രാമകൃഷ്ണൻ സൈബർ സെൽ ഓഫീസർ രാമകൃഷ്ണനാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു. അങ്ങനെ പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് അറിയാമല്ലോ. ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതിന് സംശയകരമായ പിന്തുടരുക, ഇങ്ങനെയുള്ള 1-2 പേരുണ്ട്. അപ്പോൾ ഈ പ്രിൻസ് മിക്സിനാണ്. ഈ ഓപ്ഷനിലെ കുട്ടികളാണ് DGP ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഓപ്ഷനിലെ കുട്ടികൾക്ക് DGP വേണ്ടിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലും ഇത് മാറി പോകുന്നുണ്ട്. പലരെയും സംശയിക്കുന്നുണ്ട്. ഈ പ്രിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സൈബർ രാമകൃഷ്ണൻ അവരെ കോൺടാക്ട് നമ്പർ എടുക്കുമ്പോൾ 3382 കോൺടാക്ട് ഉണ്ട്. അതിൽ നിന്ന് 7 പേര് സ്ഥിരം ഈ പ്രിൻസിനെ കോൺടാക്ട് ചെയ്യും. അത് ഓൾറെഡി രാമകൃഷ്ണൻ സാറാണ് ഇത് ചെയ്യുന്നത്. അവരുടെ കോൺടാക്ട് എടുത്ത് കൊടുക്കുന്നത് സൈബർ സെൽ ഓഫീസർ. അത് വെച്ചിട്ട് 7 പേരെയാണ് ഫസ്റ്റ് ഈ ക്രൈം ബ്രാഞ്ച് DOS ടീം പിന്തുടരുന്നത്. സംഭവം ഇത് നമുക്ക് ഈ സാധാരണ ചായക്കടക്കാരൻ്റെ കുടിയുടെ ഒക്കെ വേഷമുണ്ട്. പക്ഷെ ഇത് ഒരു സൈബർ സെല്ലിലെ ഒരു ഓഫീസറായിട്ടാണ്. പക്ഷെ കീടാണ് ഇതിലും അതുപോലെ കീട കേസാണ്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ജോലി കളഞ്ഞിട്ട് നിൽക്കുകയാണ്. കൊള്ളാം, സംഭവം കൊള്ളാം. പിന്നെ ഇത് പറയാൻ പറയുക ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. പെണ്ണുങ്ങളാണ് ഇതിൻ്റെ ഹീറോയും വില്ലനും ഒക്കെ. പെണ്ണുങ്ങളുടെ ശരിക്കുള്ള മുഖം നമുക്ക് കാണാം. പെണ്ണുങ്ങളെ ഞാൻ കുറ്റം പറയല്ല, പെണ്ണുങ്ങളയ്യോ ഇത് പെണ്ണുങ്ങൾക്കുള്ള സിനിമയാണ്, സ്ത്രീകൾക്കുള്ള സിനിമയാണ്. അവർക്ക് ഇടയിലുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ. എന്നോട് ഒരു സീനിയറായ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ഉള്ളതാ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ 100 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 92 പിടിക്കപ്പെടുന്നു.
പുരുഷന്മാരാണ് പ്രതികളായിട്ട് വരുന്നത്. പക്ഷേ 100 500 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 1 or 2 കേസുകളിലാണ് പെണ്ണുങ്ങൾ പിടിക്കപ്പെടുന്നത്. 100 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 90 ഒരു സ്ത്രീയുടെ ക്രൈമുണ്ട്, ഒരു പങ്കാളിത്തമുണ്ട്. പിന്നെ പോലീസുകാർ ചിലപ്പോൾ കണ്ണടച്ച് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും മാറ്റി വിടുന്നു, അല്ലെങ്കിൽ തെളിയിക്കപ്പെടാതെ പിടിക്കപ്പെടാതെ പോകും. ഡാർക്ക് ട്രാക്കിങ്ങും അത്തരമൊരു കഥകൾ പറയുന്നത് കൊള്ളാവുന്ന സിനിമയാണ്. ഇനി പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. നിങ്ങൾ ഓക്കെ, ഇതിൽ ഈ വേഷം എനിക്ക് തരാൻ വേണ്ടിയിട്ട് സന്മനസ്സുകാരുടെ ശ്രീകുമാറിനോട് നന്ദി പറയുന്നു, പ്രൊഡ്യൂസർക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഒപ്പം സഹപ്രവർത്തകരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്താനുള്ള അവസരമാണ് ഞങ്ങൾക്ക്. ഇല്ല എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് പറയണേ ഇങ്ങനെ. പിന്നെ ഒരു ധൈര്യം കീഴ കേസാണല്ലോ, ഞാൻ നോക്കാൻ വിചാരിച്ചു. കൊള്ളാം, നല്ല കഥാപാത്രം. ഇല്ല, ഒരു തയ്യാറെടുപ്പില്ല. അതിൽ പണ്ടുമില്ല, നമുക്ക് അങ്ങനെ തയ്യാറെടുപ്പൊന്നുമില്ല. കാര്യം നമ്മൾ അഭിനയിക്കില്ല, നമ്മൾ ലൈവാണ്. നാടകത്തിലാണ് അഭിനയം, സിനിമയിൽ അഭിനയില്ല. സിനിമയിൽ ലൈവ് തന്നെ വേണമെന്ന് ഉള്ളതാണ് എൻ്റെ കുഞ്ഞാറന്മാരുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഒരു മുൻകരുതലുമില്ല. നമ്മളവിടെ ചിലപ്പോൾ പറയുന്നത് ചെയ്തു. ഇതും അങ്ങനെ തന്നെയല്ല. ഞാൻ ചെന്നതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. പിന്നെ എന്താണെന്നറിയാമോ, ഒരു പുതിയ പാൻറ് ഷർട്ടൊക്കെ കിട്ടി, അതാണ് അല്ലേ? ഓക്കെ, മനസ്സിൽ നേരത്തെ കണ്ടില്ല. പക്ഷെ അങ്ങനെ എഴുതി വന്നപ്പോൾ കള്ളൂടി കാരണം സസ്പെൻഡിലായ ഒരു പോലീസ് ഓഫീസർ വേണമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഹർഷകനാണ്. അങ്ങനെയാണ് ചേട്ടനെ വിളിച്ചത്. അതിൻ്റെ വലിയ സംഭവം. പിന്നെ സംഭവം നമ്മളെ കാണാനുള്ള കാര്യം അങ്ങനെ തന്നെയാണ്. ഇതിൽ 2 നല്ല പാട്ടുണ്ട്. ഞാൻ അവിടെ ലൊക്കേഷൻ കേട്ടത് നല്ല പാട്ടുണ്ട്. അല്ല, ഇതിലൊരു എന്താ പറയുക, അതിൻ്റെ അതിനകത്തൊരു കഥയുണ്ട്. കഥയോടൊപ്പം തന്നെ കാര്യമുണ്ട്. പെണ്ണുങ്ങളുടെ പ്രശ്നമാണ് ഇത് സംഭവം. പെണ്ണായ പെണ്ണുങ്ങൾ മൗനം പൂണ്ടിരിക്കുന്നു, പെരുവഴി പകലറിഞ്ഞു പെൺരോദനം കേഴുന്നു. പെണ്ണുങ്ങൾ പെരുവഴി കരയും മൗനം പൂണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ. ഡാർക്ക് ട്രാക്കിംഗ് അത് തന്നെയാണ്. അയ്യോ, ഇത് മൊത്തം സ്ത്രീകളാണ്. പെണ്ണുങ്ങൾ അടക്കി കളിക്കുകയല്ലേ സെൻട്രൽ ക്യാരക്ടറും ഒക്കെ. പറയാൻ വേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു സസ്പെൻസ് പൊളി. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിതാരാജനൊക്കെ നന്നായിട്ട് അറിയുന്നു. ഇപ്പം വന്ന കുട്ടികളായിരുന്നാലും നായികയായിട്ട് അഭിനയിച്ച കുട്ടിയായിരുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയിച്ചു. ഒരു പെൺ പോലീസൊക്കെ ഉള്ളൂ, അടിപൊളി കൊള്ളാം. ഇത് ചോദിക്കട്ടോ, ഇതിന്റെ സർട്ടിഫിക്കറ്റ് അത് അത്യാവശ്യം വയലൻസ് കുട്ടികൾക്ക് അല്ല, കുട്ടികൾക്ക് 18+ കൊച്ചുകുട്ടികൾക്ക് 18+ മേലുള്ള കാണാം. അത്യാവശ്യം കുറച്ച് വയലൻസ് ഉണ്ട്. ഇൻട്രോലേഷൻ അത്യാവശ്യം കുറച്ച് വയലൻസ് ഉണ്ട്. അതും സ്ത്രീയുടെ വയലൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ പേര് നിതാരാധ, തൃശ്ശൂരാണ് സ്വദേശം. കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. കണ്ടിട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ബിരിയാണിയിലില്ല. ബിരിയാണി ചെയ്ത സജിൻ സാറിന്റെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വാഴയിലുണ്ട്, വാഴ നായകൻ്റെ ഉമ്മയായിട്ട് അബ്ദുൽ കലാമിന്റെ. പണിയിൽ ജോയിച്ചേട്ടൻ്റെ സെർവൻ്റായിട്ട്. പിന്നെ ജാനകി ജാനയിൽ നവീനായ സിനിമ അനീഷ് ഉപാസിന്റെ ഡയറക്ടർ. അതിൽ ജോണിയേട്ടൻ്റെ വൈഫായിട്ട്. പിന്നെ ഇപ്പോൾ ജാഫർക്കയുടെ പെങ്ങളായിട്ട് ഞാൻ ഒളിപ്പിച്ചൊരു സിനിമ. അതുപോലെ 2ാമത്തെ സിനിമ അനുസരിച്ചേട്ടൻ്റെ കൂടെ ധ്യാനും ജാഫർക്കും മെയിൻ ചെയ്യുന്ന സിനിമയിൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ. പിന്നെ പാവാട ചെയ്ത
മാർത്താണ്ഡ സാറിന്റെ പുതിയൊരു സിനിമ ഓട്ടംതുള്ളലും അതിൽ നമ്മൾ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിനിടയിലാണ് ശ്രീകുമാർ, ഞാൻ ശ്രീ എന്ന് വിളിക്കാം, പുള്ളിയുടെ ആദ്യത്തെ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിരുന്നു. അതിൽ ബിസ്റ്റു ചേട്ടനും ഉണ്ടായിരുന്നു. മിസ്റ്റർ ബംഗാളി എന്നാണ് ഫിലിമിന്റെ പേര്. അപ്പം അതിനുശേഷം അതിന് ചെയ്ത ഡയറക്ഷൻ കേരളം ചെയ്ത ഈ ഒരു ഫിലിമിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ എനിക്ക് വിളിച്ച് തന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയുക, നല്ലൊരു വില്ലത്തി തന്നെയാണ്. അതിന് പ്രേക്ഷകർ എങ്ങനെ എടുക്കും നമുക്ക് അറിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. പറ്റാത്ത ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടും പോലെ ഇരിക്കും. ഇതിനെന്നെ വിളിച്ച ശ്രീയോട് അതുപോലെ പ്രൊഡ്യൂസറോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്നെ പറ്റി എനിക്ക് പറയാമോ? അങ്ങനെ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. കുഴപ്പമില്ല. അത്യാവശ്യം സ്ത്രീകളൊക്കെയാണ് മുൻതൂക്കം നിൽക്കണത്. എന്താ എന്തെങ്കിലുണ്ടോ? ഉണ്ടല്ലോ. എന്തിട്ടാ? എനിക്ക് ചോദിക്കാനുള്ളത് ഡയറക്ടറോടാണ്. ഗ്ലാമർ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കില്ല. ഡാർക്ക് ക്രാഫ്റ്റ് നമ്മുടെ ടൈറ്റിൽ വന്ന ഒരു ക്യാമറമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആദ്യത്തെ സിനിമയാണെന്ന് മനസ്സിലാവും. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഡാർക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന സിനിമ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ക്രൗഡ് കണ്ടാൽ അറിയാം. അപ്പോൾ നമ്മുടെ വേദിയിലും സദസ്സിലുള്ള ക്രൗഡൊക്കെ ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, വലിയ സിനിമയും ചെറിയ സിനിമയും. അപ്പോൾ സുരേഷ് ചേട്ടനെ ഞാൻ കാണുന്നത് ആക്ഷൻ ഹീറോ വിജുവിലാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാളെ സെൻട്രൽ ക്യാരക്ടറായിട്ട് പ്ലീസ് അലോ മീ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ ഡാർക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഡയറക്ടറെ ഭാഗത്തുനിന്ന് 2 വാക്ക് കേട്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം. എന്താണ് ഡാർക്ക് ട്രാക്കിംഗ്? ഡാർക്ക് പറഞ്ഞ കേട്ട ഇരുട്ടില് ട്രാക്കിംഗ് നമുക്ക് പിന്തുടരുക, ന്യൂനമായ സംശയമായ ഇതെല്ലാമാണ് ഡാർക്ക് ട്രാക്കിങ്ങിന്റെ. അടുത്ത ചോദ്യം സുരേഷ് ചേട്ടനോടാണ്. തീർച്ചയായും. അപ്പൊ അത് ക്യാപ്റ്റനോട് ചോദിച്ചിട്ടുള്ള അടുത്തോട് ചോദിക്കാൻ, അതുകൊണ്ടാണ് ക്യാപ്റ്റനോട് ആദ്യം ചോദിച്ചത്. അപ്പോൾ സുരേഷ് ചേട്ടനിലേക്ക് ഫോൺ വരുന്നത്. ഫോൺ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. എന്നെ മീഡിയ പേഴ്സൺ പറഞ്ഞോളൂ. ഈ ആക്ഷൻ ഹീറോയ്ക്ക് ശേഷം അങ്ങയുടെ മുന്നിലേക്ക് എത്തുന്ന ഗൗരവമുള്ളൊരു കഥാപാത്രമാണ് ഇത്, ഡാർക്ക് ട്രാക്കിങ്ങിലൂടെ. ആ കഥാപാത്രത്തിനെ കുറിച്ചൊന്ന് പറയാമോ? ആക്ഷൻ ഹീറോ വിജയിലുള്ളത് ഒരു ഗൗരവതരമായ വേഷമല്ലായിരുന്നു. അതിനുശേഷം ചോദ്യം മനസ്സിലായില്ല. മനസ്സിലായിട്ടാ പറഞ്ഞ ആക്ഷൻ ഹീറോ ബിജുവിലുള്ളത് പോലെ ഗൗരവതരമായ വേഷമാണല്ലോ ഇത് എന്നല്ലേ ചോദിച്ചു. അങ്ങനെ ആക്ഷൻ ഹീറോ ബിജുവിലുള്ളത് ഒരു ഗൗരവതരമായ വേഷമല്ലോ, ഒരു കോമഡി പോലത്തെ ഉള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ല. അതായത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ നിർണായകമായ ഒരു വഴിത്തിരിവിൽ ഈ കഥാപാത്രത്തിൻ്റെ ഇടപെടലാണ് ആ കഥാഗതിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അത് ഇപ്പോൾ ഇവിടെ തുറന്നു പറയാൻ പറ്റില്ല. നോർമലി നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്നത് പോസിറ്റീവ് ഉള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്, നെഗറ്റീവ് ഉള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് ഓറിയന്റഡ് സൈഡ് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള അതുവരെ കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള ഒരു കഥാപാത്രം ആണെങ്കിൽ ഓഡിയൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതേപോലെ നെഗറ്റീവ് അത്രയും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഡാർക്ക് സൈഡ് തന്നെ ചെയ്യാനുള്ളൊരു തോട്ട് വരുന്നത്? ഇപ്പോൾ ഇത് നെഗറ്റീവ് ക്യാരക്ടർ, എല്ലാ നെഗറ്റീവ് ക്യാരക്ടർ കാറ്റഗറീസ് ഇതിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റിലേക്ക് 3-4 പേര് നെഗറ്റീവ് ക്യാരക്ടർ, നല്ല ക്യാരക്ടർ. പക്ഷേ ചില സിറ്റുവേഷനിൽ ഈ കഥയുമായി പോകുമ്പോൾ പല ഫീമെയിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സിൽ പോകുന്നു. പക്ഷെ അത് തിരിച്ച് വരുന്നുണ്ട്. റീസൺ ആണ് ഞാൻ ചോദിച്ചത്. കാരണം ചിലപ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത്
സിനിമകൾ അതിന്റെ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നും ഇതിലില്ല. അത്രയും കുറച്ച് ഓക്കെ വയലൻസ് അത്യാവശ്യമുണ്ട്. എന്നാൽ പോലും പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ പ്രശ്നമാണ്, എന്നാൽ എല്ലാ സ്ത്രീകളും പ്രശ്നമല്ല. പുരുഷന്മാരെ പ്രശ്നമാണ് ഒരു 100% കുറ്റാന്വേഷണ കഥയാണ്. അതില് സുരേഷ് ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം പോലീസിന്റെ വേഷമാണോ? അല്ല, ഈ എന്താണ് സൈബർ സൈബർ സെല്ലിലോ സൈബർ പോലീസ്. സൈബർ പോലീസിലോ ഈ പുള്ളിയുടെ ഒരു ഇടപെടല് ഓക്കെ. കഥയുടെ ഗതി മാറ്റുന്നത്. അപ്പോ ഈ സൈബർ പോലീസായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു അനുഭവത്തിൽ? കാരണം സൈബർ എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ ടെക്നോളജികളൊക്കെ വന്നതിന് ശേഷം കുറച്ച് ആധുനീകരിച്ച ഒരു പോലീസിന്റെ ഒരു ശൃംഖലയാണ് എന്ന് ഞാൻ ചോദിക്കാം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? സാർ, ഞാൻ സിനിമക്കാരനല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ സിനിമ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്റെ ചോദ്യം, ഞാൻ ഒരു ആക്ടറോടാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരു തയ്യാറെടുപ്പ് ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഈ ആക്ഷൻ ചോദ്യം ചോദിക്കുന്നവരോട് ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ അഭിനയിക്കുമ്പോൾ, അതെ, ഹലോ പ്ലീസ്, ഞാൻ ആക്ഷൻ ഹീറോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് ഞാൻ മനസ്സിലായിട്ട് എനിക്ക് ഞാൻ ഒരു തയ്യാറെടുപ്പ് എടുത്തിട്ടില്ല. ഞാൻ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ എനിക്കറിയില്ല. ശരിക്കും മൊബൈൽ ഫോൺ തന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയില്ല. ഡയറക്ടർ പറഞ്ഞത് സുരേഷ് ചേട്ടാ അത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജുവും അതാണ് സംഭവിക്കും. ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കുമോ പ്ലീസ്? ഓക്കെ, ആ കുടിയെ അറസ്റ്റ് ചെയ്യുന്ന സീനുണ്ടല്ലോ, അയാൾ റോഡിൽ നിന്ന് വെള്ളം മുൻതൂക്കി കാണിക്കുന്ന സമയം കാര്യങ്ങൾ. അപ്പോൾ ഓരോ ടേക്ക് കഴിയുമ്പോഴും ഞാൻ ഒരു മരത്തിൻ്റെ അവിടെ റോഡാണ്, അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സൗകര്യം കുറവാണ്. ഒരു മരത്തിൻ്റെ മറവിലാണ്. ആ മരത്തിൻ്റെ മറവിൽ എനിക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വന്നവരും ഷൂട്ടിങ് കാണാൻ വന്നവരൊക്കെ ഓടി എൻ്റെ അടുത്ത് വരും. അവർ മൂക്കൊണ്ട് മണം പിടിക്കുക, ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ, ചിലർ അടിച്ചിട്ടുണ്ടോ. ഞാൻ അടിച്ചിട്ടില്ല, പറയുന്ന വിശ്വാസം വരാതെ അവർ മണപ്പിച്ച് നോക്കും. ഇപ്പോഴും ഇന്നും ഇവിടെ ഒരു ഇൻ്റർവ്യൂ ആ കുട്ടി പറഞ്ഞു നല്ലത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കുട്ടി അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ഡയറക്ടർക്കാണ്. എപ്പോഴും സയൻസ് സാറ് എനിക്ക് കാണിച്ചു തന്നത് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ശ്രീമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. അല്ല, ഒരു തയ്യാറെടുപ്പില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ച് എനിക്ക് ഒരു ഒന്നും അറിയില്ല. ശരിക്കും കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പോലും എനിക്കറിയില്ല. എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒന്ന്, ഞാൻ ചോദിച്ച ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ താങ്കളെ കാണുന്നത്. ഓക്കെ, അതിനുശേഷം ഈ സിനിമയുടെ ഡയറക്ടറുമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അഷ്ടോ സുരേഷ് സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരുന്നത് ആണ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, അപ്പോൾ ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, ആ ഒരു വ്യത്യസ്ത റോളിൽ നിന്ന് ഇങ്ങനെ ഒരു ഗൗരവകരമായ റോള് താങ്കൾ പറയുന്ന ഒരു സൈബർ ഓഫീസറായിട്ട് റോള് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഡയറക്ടർ പറഞ്ഞത് വേറെ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് നിങ്ങളോട് വേറെ രീതിയിൽ ചോദ്യം അല്ല ചോദിച്ചത്. എനിക്ക് വേറെ അങ്ങനെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ലാപ്ടോപ്പും കാര്യങ്ങളായിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മള് ഇവിടുന്ന് സുരാജ് ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്കറിയാം. പല കോമഡിയന്മാരും അല്ലാത്തവരൊക്കെ വന്നിട്ട് ഗൗരവമുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങേപ്പോലെ ഒരാള് ഇത്രയും ഗൗരവമുള്ള ഒരു ഓഫീസർ വേഷം ചെയ്യുമ്പോൾ അങ്ങയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ ക്രൂവിൽ നിന്നാണ് എന്റെ ചോദ്യം. അത് മറുപടി പറയുന്ന ഡയറക്ടറാണ്, ഞാനല്ല. പുള്ളിക്ക് എന്താണ് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ക്യാമറയുടെ മുന്നിൽ മാത്രമേ എന്നെ കൊണ്ടത് പറ്റൂ. ക്യാമറ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റും. ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് അത് ഓൺ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ഡയറക്ടർക്ക് എന്താണ് ആവശ്യം എന്ന് താങ്ക് യു. ഞാൻ
ഞങ്ങൾ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. അങ്ങോട്ടൊക്കെ നായികയൊക്കെ കൊണ്ടുവരും. ടീമിൽ ഇരിക്കണം. ഹീറോയിനോടാണ് നോർമലി പോസ്റ്റർ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ത്രില്ലറിനുള്ള അതിന് മുകളിലൊക്കെ ഒരു ഹൊറർ ഫീലിംഗ് ഉള്ള ഒരു പോസ്റ്റർ പോലെ കാണുന്ന ഫീൽ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എന്താണ് കഥാപാത്രം, എന്താണ് ഡെപ്തുണ്ട്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെൻസി, തൃശ്ശൂരിൽ വരുന്നു. ഇതിൽ പോസ്റ്റർ കാണിക്കുന്ന പോലെ ഹൊറർ അങ്ങനെയല്ല, നമുക്കൊരു കൺഫ്യൂഷൻ ഒരു സ്റ്റേജിൽ വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പോയി കാണാം. നല്ല ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതാണ്. പിന്നെ എല്ലാ കുറേ ഫ്രഷേഴ്സ് ഉണ്ട്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ത്രില്ലറാണ്. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ വുമൺസും ഇതിൽ നന്നായി കേന്ദ്രമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നോർമലി നമ്മൾ ഒരു ഇപ്പോൾ ആക്ടിംഗ് ആണ് പാഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മൾ കാണുമ്പോൾ സിനിമയിൽ കയറാൻ എളുപ്പമാണ്, സിനിമയിൽ നിലനിൽക്കാൻ പാടാണെന്ന് പറയാം. അപ്പോൾ ആ സ്ട്രഗിൾ ചെറുതല്ല. ഇപ്പോൾ ഒരു കഥാപാത്രം കിട്ടിയ കഥാപാത്രം പ്രേക്ഷകരിൽ എത്തിക്കുക, കഥാപാത്രം നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. ഇതിലെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഒരു പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് ആക്ച്വലി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ കുറേ ഫിലിംസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും തികച്ചും ഒരു വെറൈറ്റി ഒരു സ്റ്റോറി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നന്നായിട്ട് നമുക്ക് ഓരോരുത്തർക്കും റിലേറ്റഡ് ആവുന്ന രീതി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പല രീതിയിലും പല വുമൻസും അതിൽ ഇതുപോലെ കുറേ സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആർക്കും അത് അറിയുന്നില്ല. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് നമുക്കിത് അങ്ങനെ എല്ലാവരുടെയും ഫാമിലിയിൽ വരുന്ന ഒരു സ്റ്റോറിയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഇമാജിനറി ഫിക്ഷനാണോ? ഒരു ഇമാജിനറി ഫിക്ഷനാണോ? അങ്ങനെയില്ല. സിനിമയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്ത കഥാപാത്രത്തോളം പോസിലെയാണ്? സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായിക പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഫ്രഷേഴ്സാണ്. ഒരു മൂവി എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് പുറത്തുള്ളവർക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സാധനം. ഇതിനുള്ളിൽ കയറി പറ്റുക എന്ന് പറഞ്ഞാലും പാടാണ്, അതിനേക്കാളും പാടാണ് ഇതിൽ നിലനിൽക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആക്ച്വലി എനിക്ക് ഈ മൂവിയിൽ എത്തിപ്പെടാൻ പറ്റിയത്. ഒരു ഫ്രണ്ട് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട്, ആക്ച്വലി ഞാൻ വരേണ്ട റോളല്ലായിരുന്നു ഇത്. എനിക്ക് സജസ്റ്റ് ചെയ്ത റോള് വേറെ ആയിരുന്നു. പക്ഷേ വന്ന് ഓഡീഷൻസ് നടന്നു. ഒരു ദിവസം ഫുള്ള് സ്ക്രിപ്റ്റ്സ് ഒക്കെ വായിപ്പിച്ച്, കാരണം നമ്മൾ ഫ്രഷേഴ്സ് ആണല്ലോ, എത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഈ റോളിലേക്ക് വന്നത്. അത് ആക്ച്വലി നമ്മുടെ ഹീറോൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫീമെയിൽ ഫ്രണ്ടാണ്. അപ്പം നോർമലി പറയുവാണെങ്കിൽ ഒരു നല്ല ക്യാരക്ടറാണ്. ഓൾസോ മൂവി ഉണ്ട്. ഫ്രഷർ എന്ന നിലയ്ക്ക് നമുക്കറിയാവുന്ന രീതിയിൽ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും പറഞ്ഞതനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയമാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് കാണുന്നവരൊക്കെ അറിയത്തുള്ളൂ. കാരണം നമ്മളും ഇതിൻ്റെ ഔട്ട്സ് കണ്ടിട്ടില്ല ആക്ച്വലി. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. താങ്കളിൽ നിന്നാണ് കഥ ഫുള്ള് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനൊരു കഥ അപ്പോൾ താങ്കളിൽ നിന്നാണ് കഥയിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകുന്നത്. തുടക്കം എടുക്കുക ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടാകും, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രത്തെ ഇപ്പോൾ ചെയ്യുമ്പോൾ കഥ ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കഥാപാത്രം എത്രത്തോളം ഓഡിയൻസിന് കണക്ട് ആവും? കഥാപാത്രം ഓഡിയൻസിന് നല്ല രീതിയിൽ തന്നെ കണക്റ്റ് ആവും. കാര്യം അത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളുണ്ടാവും. പിന്നെ എനിക്ക് വന്നേക്കുന്ന പ്രഷറിൽ പകുതി പ്രഷർ എനിക്ക് ഡയറക്ടറിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കഥയിൽ ഈ ഫുള്ളി സ്റ്റോറി എടുക്കുമ്പോൾ എൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ എൻ്റെ സീനുകൾ വരുന്നത് കുറവാണ്. പക്ഷേ A to Z തുടക്കം മുതൽ കൊടുക്കാൻ ഞാൻ ഉണ്ട്. അത് ആ ഒരു പ്രഷർ എടുക്കുന്നത് ഡയറക്ടർ തന്നെയാണ്, ഞാനല്ല. എനിക്കുള്ള സീനിൻ്റെ പ്രഷർ മാത്രം എനിക്ക് എടുത്താൽ മതി. അത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹലോ, എൻ്റെ പേര് ജിയാസ് എന്നാണ്. ഞാൻ
ചങ്ങനാശ്ശേരിയാണ് സ്ഥലം. സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ എറണാകുളം സെറ്റിലായിരിക്കുന്നു. ഞാൻ സീരിയൽ ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പം 2025 കുറച്ച് മൂവീസ് ചെയ്തിരുന്നു. സീരിയലിൽ കൂടുതലും ഒരു 5 സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ശ്രീകുമാർ സാറാണ് എനിക്ക് ഇതിലൊരു അത്യാവശ്യം നല്ലൊരു വേഷം തന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയത് ഇതിൻ്റെ ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീൻ എടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ ഗിയർ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഈ തല്ലുന്ന സീൻ വരുമ്പം ശരിക്കും സിനിമയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇത് വെച്ചിട്ടൊക്കെയാണ് അടി കിട്ടുന്നത്. ശരിക്കും ഞങ്ങളുടെയൊക്കെ എന്താ പറയുക, ഞങ്ങളൊക്കെ ശരിക്കും കഷ്ടപ്പെടുത്തി തന്നെ പറയാൻ സാധാരണ ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ മുഖത്തിനിട്ട് ഇടി കിട്ടിയിട്ടുണ്ട്, പുറത്തിനിട്ട് ഇടി കിട്ടിയിട്ടുണ്ട്. ഇടിയുടെ കാര്യത്തിൽ ഒരു ശരിക്കും ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ്. അതിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ തല്ലുന്ന സീനാണേലും എല്ലാം അതിൻ്റെതായിട്ടുള്ള ശരിക്കുമുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് അടി കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഫിലിമിൻ്റെ സംവിധായകനാണ്. 2 പാട്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ പേര് സന്തോഷ് ഗോപാൽ എന്നാണ്. എന്നോട് ഇതിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാവും കൂടി ഇതിൻ്റെ കഥ ഏകദേശം പറഞ്ഞിട്ട് അത്തരത്തിൽ നമുക്കൊരു ഗാനം ചെയ്യണം എന്നോട് പറയുകയുണ്ടായി. അപ്പം അത് പ്രകാരം ഞാൻ പാട്ടുകൾ സാറിനെയും പ്രൊഡ്യൂസറെയൊക്കെ കേൾപ്പിച്ചു. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുള്ള ഒരു പ്രൊമോഷൻ കൂടി വേണമെന്ന് പറഞ്ഞു. അതും ഞാൻ ചെയ്തു. പെട്ടെന്നുള്ള സമയം അധികം എടുക്കാൻ പാടില്ല, ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഒരു മനോഹരമായൊരു സിനിമയിൽ ഒരുപക്ഷെ ഒരു ബിഗ് സ്ക്രീനിൽ എനിക്ക് ആദ്യമായി ചെയ്യുവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിനോട് നന്ദി നമ്മുടെ സംവിധായകനും പ്രൊഡ്യൂസർ കൂടിയ അദ്ദേഹത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. നല്ല വരികളാണ് കിട്ടിയത്. ഒരു ഡ്യൂറ്റ് സോങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊമോ സോങ്ങുമാണ് അതിനകത്തുള്ളത്. നല്ല വരികൾ കിട്ടിയപ്പോൾ നമുക്ക് നന്നായി ചെയ്യുവാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് മറ്റുള്ള ജനങ്ങളാണ്. അവർ കേട്ട് അത് കൊള്ളാമെന്ന് അവർ അതിനെ ജഡ്ജ്മെൻറ്റ് ചെയ്യും. സിനിമ അതിലൂടെ മാത്രമേ നമുക്കത് കഴിവുണ്ടോ ഇല്ലയോ എന്നതിലല്ല കാരണം. അതിലെത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. ആ റിസ്ക് നമ്മൾ തരണം ചെയ്ത് പോയെങ്കിൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ റിസ്ക് പെട്ടെന്ന് കിട്ടാൻ കാരണം ഈ ഒരു കൂട്ടായ്മയാണ്. ഈ സംവിധായകനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെയും ഒരു നല്ല മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഗാനം കൂടി പാടുവാൻ കഴിയുന്നത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപാട് ഗാനങ്ങൾ ഞാൻ സംഗീതം നൽകിയിട്ടുണ്ട്. ഡിവോഷണലായാലും ശരി, ആൽബങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എം ജി സുമാർ, അതുപോലെ തന്നെ സുധീർ സാറ്, പന്തളം ബാലൻ, അതുപോലെ തന്നെ ദിലീപ, മാർക്കോസ്, അങ്ങനെ ഒരുപാട് ഗായകരെ വെച്ച് എനിക്ക് അത് സംഗീതം നൽകി അവർ പാടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പരിചയപ്പെടുത്താൻ നല്ലൊരു ഗായിക കൂടിയുണ്ട്. ഡോക്ടർ നിഷ രാമകൃഷ്ണൻ. നല്ല ശബ്ദമാണ്, നന്നായി പാടിയിട്ടുണ്ടാകാമെന്ന് എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല, നന്നായി പാടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇതിനുവേണ്ടി നിങ്ങളെ ഈ ഒരു ഇതിന് വഴിയൊരുക്കി തന്ന പ്രൊഡ്യൂസർക്ക്, അതുപോലെ തന്നെ സംവിധായകനും ഇതിലെ മറ്റുള്ള നടന്മാർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല എൻ്റെ പ്രതീക്ഷ ഞാൻ കണ്ടതാണ്. വളരെ മനോഹരമായ ഒരു ഫിലിം തന്നെയാണ്. എൻ്റെ പാട്ട് സീനൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ വളരെ മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ
കഥാപാത്രവും അതിൻ്റെ തിരക്കഥയുമാണ്, അതിൻ്റെ സംവിധാനവുമാണ്. നമ്മൾ ഏതെങ്കിലും വലിയ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാറുകളെ വെച്ച് ചെയ്തിരുന്നു, അതിനൊന്നും ഒരു കാരണവുമില്ല. അതിൻ്റെ തിരക്കഥയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിൽ ആ പടത്തിന് യാതൊരു വിലയുമില്ല. പക്ഷേ ആ തിരക്കഥ ശക്തമാണെങ്കിൽ സിനിമ വിജയിച്ചിരിക്കും, അത് കാണാൻ ആസ്വാദകരുണ്ട്. അത്തരത്തിൽ മനോഹരമായിട്ടൊരു സിനിമ തന്നെയാണ് ഡയറക്ടറാക്കി ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയുടെ ഭാഗമാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഈ സിനിമ കാണണം, ഈ സിനിമയെ അംഗീകരിക്കണം, ഈ സിനിമയിലുള്ള ഗാനങ്ങളെ അംഗീകരിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ ഗാനങ്ങൾ എഴുതിയ ശ്രീ വിനോദ് കൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീ ജീവൻ അവർക്കൊക്കെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു പുതുമുഖ ഗായികയാണ്. അപ്പം സ്റ്റുഡിയോയിലൊക്കെ കയറി പാടാന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. അപ്പം അത് പാട്ടിലൂടെ എല്ലാവരിലേക്കും അത് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. രണ്ടും കൊണ്ടുപോകണമെന്നാണ്, രണ്ടും എൻ്റെ പാഷനാണ്. ഒരു നല്ലൊരു പാട്ടുകാരനെയാണ് നമുക്ക് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന സുരേഷ്. അദ്ദേഹത്തെ ഇപ്പോൾ പാട്ട് പാടിപ്പിച്ചു. അല്ല, ഞാൻ പാടാൻ പോയതാ. ഞാൻ പാടാൻ പോയതാ. ഫീമെയിലിന്റെ പാട്ടുള്ളൂ. അല്ല, അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചു. ഇപ്പോൾ പാടിപ്പറ്റാണ് ഇപ്പോൾ ഇതിന് അനുസൃതമായിട്ടൊരു ഗാനം ഉണ്ടായിരുന്നെങ്കിൽ പാടിപ്പിക്കാമായിരുന്നു. പക്ഷേ സമയം കഴിഞ്ഞപ്പോയായിരുന്നു. പിന്നെ നിഷ രാമകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ശബ്ദമാണ്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഒരു പുതിയ ഗായിക വന്ന് പാടുന്ന തലത്തിലാണ് എനിക്ക് തോന്നിയത്. സ്റ്റുഡിയോയിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി പാടി എടുക്കാൻ കഴിയുന്നത് വളരെ സന്തോഷമാണ്. ഈ പാട്ട് പാടാനാണോ? രണ്ടുപേരും പാടാം. ഞാൻ 8-ാം തീയതി ട്രിവാൻഡ്രം ജൂബിലി ഹോസ്പിറ്റലിൽ കയറിയതാണ്. സത്യം ഒരാഴ്ച അവിടെ കിടന്നു. അപ്പോൾ 10-25 ദിവസത്തെ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. ശ്രീകുമാർ നല്ലൊരു സുഹൃത്താണ്. എൻ്റെ പ്രൊഡ്യൂസർ പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെ 7.5 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതാണ് വണ്ടിയിൽ, കാറിൽ. ഞാൻ നമ്മൾ ട്രെയിനിലാണെങ്കിൽ നമുക്ക് കിടക്കാൻ 3 മണിക്കൂർ സമയം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു 3 മണിക്കൂർ. അതിപ്പോൾ കിടക്കാമെന്ന് പറഞ്ഞിട്ട് നടുവന്ന് നിർത്താൻ വേണ്ടി റൂമിൽ ചെന്നപ്പോഴാണ് 2 ബെഡിലും മറ്റേ മാക്സിയും പാവാടയൊക്കെ അടുക്കി വെച്ചിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ദേശത്തിന് പോകാൻ വേണ്ടി നിന്നോ സത്യം പറഞ്ഞ റൂം എടുക്കാൻ റൂം കൂടെ എടുത്തോളി എന്ന് പറ്റി. അപ്പോൾ റൂം ഫുള്ളാണെന്ന്. അതിനൊരു ദേഷ്യം കിട്ടാം. ഞാൻ പകുതി വരെ പോയതാണ്.
പിന്നെ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നുകൊണ്ട് ഞാൻ വന്നത്. അപ്പോൾ പാടാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിവുന്ന രീതിയിൽ ഞാൻ പാടാം. ഇടയ്ക്ക് ഇതിനെ വിട്ടുപോയായിരുന്നു പറയുന്നത്. ട്രാക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഞാനിവിടെ ട്രാക്ക് പ്രൊഡ്യൂസറോട് ചോദ്യമുണ്ട്. എൻ്റെ പേര് ജലജ. ഞാൻ സിനിമയുടെ പ്രൊഡ്യൂസർ. കോടികളൊന്നും ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. അതിപ്പോ പറയാൻ മലയാള സിനിമയിൽ ഒരുപാട് പടങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇറങ്ങി പോകുന്നുണ്ട്. ചിലത് വിജയിക്കുന്നുണ്ട്, പലതും വിജയിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതാ. നമ്മളൊരു സിനിമ വഴിയൊക്കെ സിനിമയാണ്. ഇപ്പം നമ്മൾ റോഡോട് നടന്നു പോകുമ്പോൾ ആ സിനിമയുടെ പോസ്റ്ററിൽ ഒരു 7 തിയേറ്ററിൻ്റെ പേര് കാണും, അല്ലേ? ആണല്ലോ. ഒന്നിലായിട്ട് ഷോ ടൈം കാണും. അപ്പോൾ നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ളവർ ഒക്കെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് മാറ്റിലേക്കാണ് ചെല്ലുമ്പോൾ
ആ ഷോ മാറ്റുന്നില്ല സിനിമ. അതുകൊണ്ട് നോൺ ഷോ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡൊക്കെ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ തിയേറ്ററിൽ ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ശരിക്കും നിങ്ങൾ മീഡിയാസും കൂടെ ഈ തിയേറ്ററുകാരെ കണ്ട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയെങ്കിലും ആ ഷോയുടെ ടൈമെങ്കിലും പോസ്റ്ററിൽ എഴുതി ഒട്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ പോകുന്നത്. അപ്പോൾ പറയും ഈ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളുണ്ടെങ്കിൽ അതിൽ ബുക്ക് ചെയ്യുക. അത് അങ്ങനെ ആ ആപ്പുമായിട്ട് ബന്ധപ്പെടുന്നവർക്കല്ലേ അതറിയാൻ പറ്റും, സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇതിനൊരു ദിവസം നിങ്ങൾ മീഡിയാസ് ഉണ്ടാക്കി വരുന്നു. ഇങ്ങനെ സിനിമകൾ എല്ലാവരും ഉപയോഗിച്ചിറങ്ങുന്നു. ഇതുപോലെ ഉള്ളൊരു പടം എന്ത് ധൈര്യത്തിലാണ് നടത്തുന്നത്? ഞാൻ ഒരു BSSCയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിട്ട് കഴിഞ്ഞ ഏപ്രിലാണ് റിട്ടയർ ആയ ആളാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പണ്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയോട് ഭയങ്കര പാഷനുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റൊന്നും നോക്കിയില്ല, നമുക്ക് എങ്ങനെയും ചെയ്യാം, സിനിമ ചെയ്യാം, കുഴപ്പമില്ല, എന്ത് വരട്ടെ എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങൾക്ക് തുടങ്ങിയത്. അങ്ങനെ പ്രത്യേകിച്ച് അതിനൊന്നും കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടല്ല തുടങ്ങിയത്. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഹസ്ബൻഡാണ് എല്ലാം ചെയ്തത്. ഞാൻ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ആർട്ടിസ്റ്റുണ്ട്, അവരെയൊന്നും കാണാനില്ല. ഒരുപാട് അവരെയൊന്നും കാണാനില്ല. അവര് പൈസ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. നല്ല സിനിമകൾ എപ്പോഴും മലയാളികൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു നല്ല സിനിമയാണ്, തീർച്ചയായും വിജയിക്കണം ഞങ്ങൾ ആശംസിക്കുന്നു. വലിയൊരു നിങ്ങളെല്ലാവരും സപ്പോർട്ടും എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ വിജയിപ്പിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് ഭയങ്കര വയലൻസ് ഉള്ള സിനിമ എന്നാണ് പറയുന്നത്. ചേട്ടൻ്റെ ആക്ഷനും പിന്നെ വയലൻസ് ഒക്കെ സെൻസർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ വയലൻസ് ആണ്. ഭയങ്കര വയലൻസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം വയലൻസ് ഉണ്ട്. ഒറിജിനൽ കസേര കൊണ്ട് അടിച്ചു. അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വന്നു. ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ആർട്ടിസ്റ്റ് ആ സാഹചര്യം ഉണ്ടാക്കിയോണ്ടാണ് പലരും 18 ടേക്ക് പേരുണ്ട്, നേരിട്ട് കൊടുക്കാൻ പറ്റാത്തത്. 18 ടേക്ക് 22 ടേക്ക് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഈ വേറെ ഒന്നും പറയാൻ പറ്റില്ല, എനിക്കടിക്കാൻ പറ്റില്ല. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ മൂവി സ്റ്റോപ്പ് ആവുന്ന ഒരു ലെവലിൽ എത്തിയായിരുന്നു. അപ്പോൾ നമ്മളെ പലരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു, എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു, പലരും മാറിപ്പോയി. അങ്ങനെ ഒരു 10 ദിവസം ഷൂട്ട് ചെയ്തതിനു ശേഷം സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ സാറേ എൻ്റെ കാശ് പോയി അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ നമുക്ക് പുറത്തു കൊണ്ടുവരണം, എന്തായാലും നമുക്ക് ചെയ്യാം എന്ന് എൻ്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഈ സ്റ്റേജ് ഉണ്ടാവില്ല. സ്റ്റേജ് ഉണ്ടാവും, ഈ നമ്മൾ ഇങ്ങനെ ഒരു വേദിയിലിരിക്കത്തില്ല. പിന്നെ നമ്മൾ ആർട്ട്, അനിൽ കോരണി, കോസ്റ്റ്യൂമർ എല്ലാം എത്തിയിട്ടുണ്ട്. കോന്നി, പത്തനംതിട്ട, ശാസ്താംകോട്ട, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. താങ്ക് യു. ഇപ്പോൾ എല്ലാവർക്കും സദസ്സിലേക്ക്